അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ 25-ാം തീയതി രാവിലെ തന്നെ ഈ പിന്നെ ഡൈവിങ്, അതായത് ആ ഭാഗത്തു നിന്ന് ഡൈവിങ് ചെയ്ത് ഏകദേശം 2 ഇഞ്ചോളം മണ്ണ് കൈകൊണ്ട് മാറ്റിയതിന് ശേഷമാണ് വണ്ടി കണ്ടതും. ഈ വണ്ടിക്ക് റോപ്പിട്ട് കെട്ടുകയും റോപ്പിട്ട് കെട്ടി അരമണിക്കൂറിനകം ഞങ്ങൾ, അതായത് എനിക്ക് അതിൻ്റെ ഇൻഫർമേഷൻ ലഭിച്ചു, ഇത് അർജുൻ സഞ്ചരിച്ച വാഹനമാണ്, അതിനാണ് ഈ റോപ്പ് കെട്ടി വെച്ചിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ ഞങ്ങൾക്ക് കിട്ടി, ഔദ്യോഗികമായിട്ട് നമുക്ക് കിട്ടി. പക്ഷേ അപ്പോഴും നമുക്ക് ഇത് മാധ്യമങ്ങളോട് പറയാനുള്ള ഇതുണ്ടായിരുന്നില്ല. അന്ന് 2 മണിയാകുമ്പോഴേക്കാണ് ഈ പിന്നെ ഈ വാഹനം ഉയർത്തുന്നതും പിന്നെ പൊതുസമൂഹം ഇത് അർജുൻ്റെ വാഹനമാണ്, അതിൽ അർജുൻ ഉണ്ട് എന്നുള്ള വിവരവും അറിയുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്, ഈ ഞങ്ങളെല്ലാം അതിവൈകാരികമായ ഘട്ടത്തിലൂടെയാണ്. കാരണം അഭിജിത്തിനെ സംബന്ധിച്ചോളം അഭിജിത്തിനെ എടുത്തു വളർത്തിയ ഏട്ടനാണ് നമുക്ക് കാണാൻ പോലും സാധിക്കാത്ത രീതിയിൽ അതിന്ന് വന്നത്. എനിക്ക് എൻ്റെ അളിയൻ മാത്രമായിരുന്നില്ല, ഒരു സഹോദരൻ, ഇവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ എങ്ങനെയാണ്. അതൊന്നും കൂടുതൽ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. ഞങ്ങൾ കരഞ്ഞ് തളർന്നിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. മാധ്യമങ്ങൾ ആ സമയത്ത് മാധ്യമങ്ങൾ അവരുടെ ഡ്യൂട്ടി പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു. അതിവൈകാരികമായിട്ടാണ് പല മാധ്യമ പ്രവർത്തകരും അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. അന്നാണ് മനസ്സിലായി മാധ്യമ പ്രവർത്തനം ഇങ്ങനെ ഒരു തലവും ഉണ്ടെന്ന് നേരിട്ട് കണ്ട് ഒരു വ്യക്തികളാണ് ഞങ്ങൾ. അവരും കരഞ്ഞുകൊണ്ട് റിപ്പോർട്ട് ചെയ്ത ആൾക്കാരായിരുന്നു അതിൽ ഭൂരിഭാഗവും. കാരണം തുടക്കം മുതൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ മാധ്യമ പ്രവർത്തകരെല്ലാവരും. അപ്പോൾ ഈ സമയത്താണ് പുള്ളി അവിടെ നിന്ന് പറയുന്നത് ഗംഗാവലി പുഴയിൽ അങ്ങനെ അർജുനെ ഇട്ടു പോകാൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരു ഡയലോഗ് അടിച്ചതും അത് സോഷ്യൽ മീഡിയ ഏറ്റുപിടിച്ചും അതിൻ്റെ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ പിന്നീടുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ടായത്. അപ്പോൾ ഇതിൽ യഥാർത്ഥമായിട്ട് നമുക്ക് ചെയ്തു തന്ന കുറച്ച് ആൾക്കാരുണ്ട്. ഈ രാഘവേട്ടനും AKM, അതേപോലെ നമ്മുടെ മന്ത്രിമാർ, പിന്നെ ചീഫ് മിനിസ്റ്റർ ഈ പിണറായി വിജയൻ, സിദ്ധരാമയ്യ, DK ശിവകുമാർ, ഒരുപാട് എണ്ണിയാൽ തീരാത്ത, അതിലുപരി നന്ദി പറയേണ്ട ആണ് കേരളത്തിലെ പൊതുസമൂഹം. അവർ ഞങ്ങളുടെ കൂടെ നിന്നു. ഇതാണ് ഇതിലെ വാസ്തവം. ഇത്രയാണ് ഞങ്ങൾ ഈ കാര്യത്തിൽ നമുക്ക് എന്താ പറയുക ഇങ്ങനെ പറയാനായിട്ടുള്ളത്. കാരണം നമ്മളിത് ഒരിക്കലും ഇങ്ങനൊരു കൂടിക്കാഴ്ച ഇനി ഈ ഒരു വിഷയത്തിൽ നിർത്തി വെച്ചാൽ ഒന്നുമില്ല. ഇനി നമ്മളെ സംബന്ധിച്ചോളം നമ്മളത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പക്ഷേ ഇതിൽ പൊതുജനങ്ങൾ ഇതിൽ കബളിക്കപ്പെടുന്നുണ്ട്. അതെ, ഒരാളിലേക്ക് മാത്രം അതിലൊന്നും നമ്മളെ സംബന്ധിച്ചോളം നമുക്കൊന്നും അതിൽ പരാതിയില്ല. ഒരാളിലേക്ക് പോകുന്നതിലും അതൊന്നും നമ്മളെ ബാധിക്കുന്ന നമ്മുടെ ഇമോഷനെ വിറ്റിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് നോക്കൂ, ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ, ഒരുപാട് സഹായത്തിൻ്റെ പ്രവാഹമാണ്. ഈ ഫണ്ടുകളൊക്കെ ഇവിടെ മേടിച്ച് വെച്ചാൽ ഞങ്ങൾ കോടികൾ ഇവിടെ വെക്കാനുള്ള പൈസ ഉണ്ടാവും. ഇപ്പം ആ രീതിയിൽ ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. അതാണ് ഞാൻ പറയുന്നത്. ആൾക്കാരുടെ പേരുകളൊന്നും നമുക്ക് വെളിപ്പെടുത്താൻ താല്പര്യമില്ല. ആ രീതിയിലുള്ള ആൾക്കാരാണ് നമ്മൾ ബന്ധപ്പെടുന്നതും ഏത് രീതിയിലുള്ള സഹായത്തിനും സ്ഥലങ്ങളിലും ചെന്നിട്ട് ഞങ്ങളെ, അതായത് ഒരു ദാരിദ്ര്യം പോലെ പറഞ്ഞു നടക്കും. ഞാൻ എത്രയോ പ്രാവശ്യം കാല് പിടിച്ച് ഞാൻ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നടക്കരുത്, ഞങ്ങൾക്ക് നാളെ ജീവിക്കാനുള്ള പുറത്ത്. പക്ഷെ ഒന്നും കേൾക്കുന്നില്ല. ഞാൻ വേണം എൻ്റെ തെളിവുകളടക്കം വാട്സപ്പിൽ ഞാൻ കാണിച്ചു തരാം. ഇതിലൊക്കെ പറയുന്നത് എന്തായാലും ഈ കുടുംബത്തിനെ ഇവരെല്ലാം പഠിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുകൊണ്ട് ഈ ഫണ്ട് 70,000 രൂപ ഒന്നും അവന് തികയാത്തുന്ന. ആകെ ആ ഒരു കമ്പനി കയറിയിട്ടുണ്ട് 1 കൊല്ലം 3 മാസമായിട്ടുള്ളൂ. എല്ലാവരും പറഞ്ഞു നടക്കുന്നത്. ആകെ 1 വർഷമായിട്ടുള്ളൂ. 1.5 വർഷമായിട്ടുള്ളൂ. ഞങ്ങൾ എല്ലാവരും പഠിത്തം കഴിഞ്ഞിട്ട് 3-4 വർഷമായി. പക്ഷെ എല്ലാവരോടും സെന്റിമെന്റ്സിന് വേണ്ടിയിട്ട് ഇല്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ആ സെന്റിമെന്റ്സിന്റെ മുകളിൽ കയറി ജീവിക്കുക. അല്ല, അദ്ദേഹം ജീവിക്കുന്നു, അതെല്ലാം അദ്ദേഹത്തിന്റെ പിന്നെ കാര്യം. പക്ഷേ നമ്മളെ കോട്ട് ചെയ്തുകൊണ്ട്, കുടുംബത്തിനെ കോട്ട് ചെയ്തുകൊണ്ട് ഇനി ഒരു വൈകാരികത അദ്ദേഹം സൃഷ്ടിക്കരുത്, ദയവ് ചെയ്ത് നിർത്തണം. ഇല്ലെങ്കിൽ ഞങ്ങൾക്കത് നിയമപരമായിട്ട് പോകേണ്ടി വരും. കാരണം ഞങ്ങൾ കുറെ ബന്ധപ്പെട്ട് നേരിട്ട് നിർത്താൻ വേണ്ടിയിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് മാത്രം ഞങ്ങൾ ഈ കഴിഞ്ഞ 3 ദിവസം ഞങ്ങൾ നേരിട്ട് ബന്ധപ്പെട്ട് നിർത്താൻ വേണ്ടിയിട്ട്, പക്ഷെ നിർത്തുന്നില്ല. ഓരോ ദിവസം പുതിയ 3 യൂട്യൂബ് ചാനൽ പിന്നെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. മൂപ്പരാൾക്ക് അറിയാത്ത ഏതൊരു നമ്പറിൽ നിന്ന് കോൾ വന്നാലും അത് മറ്റൊരാൾ വീഡിയോ എടുക്കും, എന്നിട്ട് അത് സ്പീക്കറിൽ ഇട്ടിട്ട് ഇങ്ങനെ ഒരു സെന്റിമെന്റ്സ് ഓഡിയോ പോലെ ഇതാക്കിയിട്ട് നന്ദി പറയുന്ന വീഡിയോസ് അതിങ്ങനെ ഡെയിലി ഇട്ടുകൊണ്ടിരിക്കുക. ഇതൊക്കെ അതാണ് ഞാൻ പറഞ്ഞത്. ആവശ്യമില്ല. അയാളെ മനാഫ് ഖാനെ സംബന്ധിച്ച് അയാളെ കാര്യം എന്തായിരുന്നു? അർജുനെ കണ്ടെത്തുക, ലോറി കണ്ടെത്തുക, പിന്നീടുള്ള അയാളെ പേഴ്സണലായിട്ട് കാര്യം. പക്ഷേ ഞങ്ങളുടെ കോട്ട് ചെയ്തത്, കുടുംബത്തിനെ മറ്റുള്ളവർ മുന്നിൽ പിന്നെ വ്യക്തിഹത്യ ചെയ്തത്, അത് തന്നെ പറയാനുള്ളത്. ഇല്ല, അല്ല, ഇപ്പോൾ പല ഫണ്ടുകളും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അതെല്ലാം ഇതൊന്നും ഞങ്ങൾ അറിവോടല്ല. ഞാൻ ഇപ്പോഴും പറയണം, പണം ലഭിച്ചിട്ടുണ്ട്. അത് എന്നെ വിളിച്ച് പറഞ്ഞിട്ട് അതിൻ്റെ എല്ലാ കാര്യങ്ങളുണ്ട്. പണം ലഭിച്ചിട്ടുണ്ട്, അത് ഇവിടെ ഇടാം. പക്ഷേ അങ്ങനെ ഒരു പണം സ്വീകരിക്കുമ്പോൾ നമ്മളോടല്ലേ ചോദിക്കേണ്ടത്? നമ്മളോട് ചോദിക്കണ്ടേ? ആര് പണം തരികയാണെങ്കിലും നമ്മളോട് ചോദിക്കണ്ടേ? വേണോ ചോദിക്കണ്ടേ? നമുക്ക് അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ വൈകാരികതയെ വിൽക്കുന്നു എന്ന് പറയാൻ. പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഞങ്ങൾ ഇതുവരെ ആരോടും പണം ആവശ്യപ്പെട്ടില്ല.
ഒരാൾ പോലും ഈ പറയുന്ന വ്യക്തിക്ക് പണം കൊടുക്കരുത്. ഞങ്ങൾക്ക് പണത്തിന് ഇപ്പോൾ നിലവിൽ ഞാൻ പറഞ്ഞല്ലോ, ഇവിടുത്തെ സംവിധാനങ്ങളാണെങ്കിൽ കൃഷ്ണപ്രിയയ്ക്കും ജോലി കൊടുത്തു, മകന് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. മറ്റെല്ലാം സംവിധാനം എല്ലാ സാധാരണക്കാരെ വീട്ടിലുള്ള പോലെയുള്ള സംഭവം നമ്മളെടുത്തുള്ളൂ, നമ്മളെ വീട്ടിലുള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള ഒരു ബാധ്യതയൊന്നും ഈ വീട്ടിലും ഇല്ല. ഇതെല്ലാം ഞങ്ങൾ മുന്നേറിക്കൊണ്ട് ഞങ്ങൾ ജീവിച്ച് ഞങ്ങളതായിട്ടുള്ള ഒരു പിന്നെ കാര്യമുണ്ട്. അതിൽ മുന്നേറി പോകേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളെ രീതിയിൽ വിട്ടുതരിക. ഞങ്ങൾക്ക് ജോലി സ്ഥലത്ത് പോകേണ്ടത് ആവശ്യമുള്ള എല്ലാവരും ജോലിക്ക് പോയിട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളൊരു പരിഹാസ്യ കഥാപാത്രമായി മാറാതിരിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് വിനീതമായിട്ട് അപേക്ഷിക്കാനുള്ളത്.